ഇത് ചക്ക പച്ചച്ചക്കയാണ് കേട്ടോ. കളർ മഞ്ഞയുണ്ടെന്നേ ഉള്ളൂ. ഈ പച്ചച്ചക്കയും കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചക്ക അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഗോതമ്പ് പൊടി ഇട്ട് നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ച് നമുക്ക് ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് തിരിഞ്ഞെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കിയെടുക്കാം. അപ്പോൾ ഞാനത് ഉരുളകളാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ പൊടിക്കകത്ത് മുക്കി സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇത്രയും ചെറുതായിട്ട് ഉരുട്ടി നമുക്ക് പരത്തിയെടുക്കണം. തവ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ആയി കഴിയുമ്പോൾ അത് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ പൊങ്ങി വരും. 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ച് വിട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് നമ്മൾ പതിയെ ഇങ്ങനെ ഞെക്കിയാൽ മതി. അത് പൊങ്ങി വന്നോളും. അല്ലെങ്കിൽ തീയുള്ള ബർണറിലിട്ട് വേണമെങ്കിലും നമുക്ക് പൊക്കിയെടുക്കാം. നമുക്ക് ബർണറിലിട്ടും അത് ചൂടാക്കി വെന്ത് എടുക്കാൻ പറ്റും. അതിനകത്ത് ആവി കയറിയാണ് ഈ ചപ്പാത്തി വേകുന്നത്. ഇങ്ങനെ ബർണറിലിട്ട് നമുക്കിതുപോലെ പൊക്കി അതിനകത്ത് ആവി കയറി അത് വെന്തോളും. അപ്പം നമ്മുടെ ചപ്പാത്തി റെഡിയാണ്. ഇതുപോലെ പച്ചച്ചക്ക ഉള്ളവരും ചപ്പാത്തി ഉണ്ടാക്കുന്നവരും വെള്ളം ഒഴിച്ച് ചപ്പാത്തി കുഴയ്ക്കാതെ പച്ചച്ചക്ക ഇതുപോലെ അരച്ച് ആവശ്യത്തിന് മാത്രം ചേർത്ത് എടുത്താൽ നല്ല സോഫ്റ്റാണിത്. കണ്ടോ, നല്ല സോഫ്റ്റായതാണ്. അപ്പം ആരോഗ്യകരമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും നോക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.